ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കറണ്ട് അഫേഴ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക, കണ്ട് ഒന്ന് നോട്ടിൽ കുറിച്ച് വെക്കുക. ഓക്കെ. ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസ് 21st എഡിഷൻ വേദിയായത് വെയിൻ റൈറ്റ് ഫോർട്ട്, അലാസ്ക. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധാഭ്യാസത്തിൻ്റെ 21ാം എഡിഷൻ വേദി എവിടായിരുന്നു എന്ന് ചോദിച്ചാൽ വെയിൻ റൈറ്റ് ഫോർട്ട്, അലാസ്ക. യുദ്ധാഭ്യാസ വജ്രപ്രഹർ, ടൈഗർ ട്രയംഫ് ഒക്കെ ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ്. യുദ്ധാഭ്യാസ്, വജ്രപ്രഹർ, ടൈഗർ ട്രയംഫ് എന്നിവയൊക്കെ ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ്. 2025 ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധാഭ്യാസിൻ്റെ 21ാം എഡിഷൻ വേദി അലാസ്കയിലെ വെയിൻ റൈറ്റ് ഫോർട്ടായിരുന്നു. അഗ്നിവീറിൽ നിന്ന് വിരമിച്ചവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ യൂണിഫോം തസ്തികയിൽ 1% റിസർവേഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. അഗ്നിവീറിൽ നിന്ന് വിരമിച്ചവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ യൂണിഫോം തസ്തികയിൽ 1% റിസർവേഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എങ്ങനെയാ? അഗ്നിവീറിൽ നിന്ന് വിരമിച്ച വ്യക്തികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ യൂണിഫോം തസ്തികയിൽ 1% റിസർവേഷൻ നൽകാൻ തീരുമാനിച്ചു ഉത്തരാഖണ്ഡ്. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് നേടിയ കർണാടക ഉടുപ്പി സ്വദേശിയാണ് വിദുഷി ദീക്ഷ. 216 മണിക്കൂർ, സൂപ്പർ ആയിരിക്കും അല്ലയോ? അപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്, ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ നൃത്തരൂപം ചോദിച്ചാലും ഭരതനാട്യമാണ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ്, തുടർച്ചയായല്ല, 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ് നേടിയത് വിദുഷി ദീക്ഷ, കർണാടകയിലെ ഉടുപ്പി സ്വദേശിയാണ്. ഉടുപ്പി സ്വദേശി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത പുസ്തകമാണ് ദൈവദശകം. ഏതാണ്? ദൈവദശകം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് റീസെൻ്റ്ലി സമർപ്പിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകമാണ് ദൈവദശകം. പ്രത്യേകത 104 ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദൈവദശകമാണ്. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32-bit മൈക്രോ പ്രോസസ്സറാണ് വിക്രം 32. അപ്പം എന്താണ് ചോദ്യം? ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ 32-bit മൈക്രോ പ്രോസസ്സറാണ് വിക്രം 32. വിക്രം 32 ആണ് പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ 32-bit മൈക്രോ പ്രോസസ്സർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് കുഞ്ഞുങ്ങളെ? വിക്രം 32 ആണ്. വിക്രം 32. ഓക്കെ. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനാണ്. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനാണ്. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗോകുലം ഗോപാലനാണ്. ഓക്കെ. കർണാടകയിൽ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ് എന്ന് പറയുന്നത്. ക്രിഞ്ചല്ല മക്കളെ, പിന്നെ എന്താണ്? ക്രിബാണ്. ക്രിബ്. കർണാടക മൊത്തത്തിൽ ഇപ്പം ഇങ്ങനെ കറണ്ട് അഫേഴ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? 2024 ഡെങ്കിപ്പനി മഹാമാരിയായി പ്രഖ്യാപിച്ചത് അല്ലേ? അതുപോലെ തന്നെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പഴയതുപോലെ ബാലറ്റ് പേപ്പർ കൊണ്ടുവരുന്നത് എവിടാന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. അത് ഇന്ന് തന്നെ പഠിച്ചു. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് നേടിയ വിദുഷി ദീക്ഷ എവിടത്തുകാരിയാ? കർണാടകക്കാരിയല്ലയോ? ഓക്കെ. അപ്പോൾ കർണാടകയിലെ ഒരു സ്ത്രീയിൽ പുതുതായി കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്. ഒന്നുകൂടെ പറയട്ടെ. ഇന്ത്യ USA സൈനികാഭ്യാസമായ യുദ്ധാഭ്യാസ് 21st എഡിഷന്റെ വേദി വെയിൻ റൈറ്റ് ഫോർട്ട്, അലാസ്ക. അഗ്നിവീറിൽ നിന്ന് വിരമിച്ചവർക്ക് സംസ്ഥാന സർക്കാരിന്റെ യൂണിഫോം തസ്തികയിൽ 1% റിസർവേഷൻ ഉത്തരാഖണ്ഡ്. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് നേടിയത് വിദുഷി ദീക്ഷ, കർണാടക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട പുസ്തകമാണ് ദൈവദശകം. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ 32-bit മൈക്രോ പ്രോസസ്സറാണ് വിക്രം 32. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലന്.
കർണാടകയിൽ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്. ഓക്കെ, താങ്ക് യു.